ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ഒരു കണ്ടൻറ്റുമായി എത്തിയിരിക്കുകയാണ്. അത് എല്ലായ്പ്പോഴും ഞാൻ കണ്ടൻറ്റ് മാറ്റി പിടിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ദയവായി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, നല്ല കണ്ടൻറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇന്നത്തെ എൻ്റെ യൂട്യൂബ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാത്രകൾ, ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റ് കയറി ദൂര സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ട്രെയിൻ കയറി പോകുന്നു, അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് വണ്ടി കയറി പോകുന്നു, ഇങ്ങനെയൊന്നും. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എപ്പോഴും നമ്മൾ നിരീക്ഷിക്കുക. അത് നമുക്ക് വലിയ ആനന്ദം തരുന്ന ഒരു സംഭവമാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഈ മഴക്കാലം, മഴ തോർന്നിരിക്കുന്ന സമയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഴക്കാലത്ത് അപകടകരമായ മേഖലകളിലൊക്കെ പോയി നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാനോ നിരീക്ഷണം നടത്താനോ ഒന്നും പോകാതിരിക്കുക നല്ലത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ല പ്രത്യേകിച്ച് പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങൾ, വൃക്ഷലതാദികളൊക്കെ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ്. കൂടുതൽ പേരും അതുവഴി വരുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ പത്തനംതിട്ടയിൽ ഒളിഞ്ഞു കിടക്കുന്ന ടൂറിസം മേഖലകൾ ധാരാളമുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരാൻ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ആ സ്ഥലങ്ങളൊക്കെ ഇനിയും ഡെവലപ്പ് ചെയ്യുമായിരിക്കാം. ഒരുപക്ഷെ വിദേശ ടൂറിസ്റ്റുകളെ പോലും അത്യാകർഷിക്കുന്ന അത്തരം സ്ഥലങ്ങൾ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾക്കറിയാവുന്നിടത്തോളം എനിക്കും അറിയാവുന്നിടത്തോളം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. പത്തനംതിട്ട ഒരു പിൽഗ്രിം സെൻ്ററാണ്. അതുപോലെ ടൂറിസത്തിന് സാധ്യതയുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. എൻ്റെ തന്നെ വീഡിയോകൾ ധാരാളമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാഗമൺ, ഇത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അതുപോലെ വാഗമൺ പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറയാൻ ഒക്കത്തില്ല. പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ ഭാഗത്തായിട്ട് വരുന്നതാണ്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന്, അതായത് റാന്നി, പത്തനംതിട്ട പ്രദേശങ്ങളിൽ നിന്ന്, തിരുവല്ലയിൽ നിന്ന് പോലും നമുക്ക് വാഗമണിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. അപ്പം ഈ റൂട്ടൊക്കെ വളരെ സന്തോഷം തരുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനും ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നമുക്ക് താമസിക്കാനും ഒക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. അതെൻ്റെ വീഡിയോകളിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ കാണുക ഒന്നുകൂടി എടുത്ത ദയവായി. എന്നിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ ധാരാളം ചെറിയ എനിക്ക് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വലിയ വെള്ളച്ചാട്ടങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ വെള്ളം ഒഴുകി വരുന്ന മലമ്പ്രദേശത്ത്, പാറമടകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം, അത് ഒരു ചാലായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അരുവിയായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് അതിനകത്ത് ഇറങ്ങി നിൽക്കാവുന്ന അത്തരം സ്ഥലങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് പത്തനംതിട്ട. ഇപ്പോൾ എൻ്റെ ജില്ല കൂടിയാകുമ്പം അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഈ ചെറിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നത് ആണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ കാണിക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ പെരിനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ശബരിമലയ്ക്കൊക്കെ പോയവർക്കറിയാം, പെരിനാട് വളശ്ശേരിക്കര കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലമാണ്. പത്തനംതിട്ടയിൽ നിന്ന് പോകാം. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു മണിയാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് അതിമനോഹരമായ സ്ഥലം. പമ്പയാറിൻ്റെ സാന്നിധ്യമുണ്ട്. പമ്പയാർ ഒഴുകി വരുന്നത് അവിടെ വരുമ്പോൾ അത് മുഴിയാർ, അതായത് അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. അവിടെ നിന്നാണ് പമ്പയാറിലേക്ക് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആറ് ചെറിയ അരുവിയായിട്ടൊഴുകി, ആറായിട്ടൊഴുകി വരുന്ന സ്ഥലം, അത് പമ്പയാറിൽ യോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കണ്ടു നോക്കുക മുന്നോട്ട് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്കുറപ്പുണ്ട്. അപ്പം എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയും 2 കുട്ടികളും എൻ്റെ മകളും കൂടിയുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണിത്. അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. മുന്നോട്ട് കാണുക വീഡിയോ. ശരി. അത്ര അതിന് ചേരുന്നല്ലോ. ആ ശരിയാ മോനെ, ഇനി മാർക്കേടാ ഫ്രെയിമിൽ നിന്ന് ചേച്ചി ഇതൊന്ന് കവർ ചെയ്തോട്ടെ. പുറത്തു വാ പോറേ. ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടാതെയും കാണപ്പെടാതെയും പലരും കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ആഴമൊന്നുമില്ല. ഈ അരുവിൽ കൂടെയൊക്കെ നമുക്കിപ്പോൾ ഇത്രയും മഴ പെയ്ത സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയിലൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. നമുക്ക് ഒരാൾ കൈ പിടിക്കാം. കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരിക, ആഘോഷമാക്കുക. ഇങ്ങനെ വിനോദവേളകൾ നമ്മൾ കണ്ടെത്തുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് പോവല്ലേ.
വെള്ളം തെറിപ്പിക്കും ഇങ്ങോട്ട്. അയ്യോ, ഇത്രയും തെറിപ്പിക്കും. കുട്ടികൾ എന്ത് സന്തോഷമാണെന്ന് നോക്കിയാൽ അവർക്ക്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രണ്ട് വശത്തും ആൾ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ എന്താ സ്ഥിതിയാണ്. അപ്പം വളരെ ആഴം കുറഞ്ഞ അരുവിയാണ്. അപ്പം അധികം ആർമാദിക്കാതിരിക്കുക, ആഘോഷിക്കുക അത്രമാത്രം. ചെറിയൊന്ന് തെറിപ്പിക്കും വെള്ളം. അങ്ങനെ ഇങ്ങോട്ടടാ, അങ്ങോട്ടല്ല. മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഈ പത്തനംതിട്ട ജില്ലയുടെ ഈ പ്രകൃതി സൗന്ദര്യം നമുക്ക് എത്ര കണ്ടാസ്വദിച്ചാലും മതിയാവില്ല. ചെറിയ മഴത്തുള്ളികൾ നമുക്ക് കാണാം ഫ്രെയിമിലൂടെ. ഇങ്ങനെ ഈ മലനിരകൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷ ഒരു ഭാഗമാണ്. ഈ പത്തനംതിട്ട പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ അപ്പോൾ ഈ കണ്ട അരുവികളെല്ലാം വന്ന് ഈ ഒരു ആറിലേക്ക് വന്നു ചേരുന്ന ഭാഗമാണിത്. ഇത് മുഴിയാർ എന്ന് പറയുന്ന ഒരു ആറിൻ്റെ ഭാഗമാണ്. അത് പമ്പയിലേക്ക് എത്തിച്ചേരും. ഇവിടെ പമ്പാ നദി. ഇവിടെ ഇവർ ആ ഒരു സ്വിങ് ബ്രിഡ്ജ് എന്ന് പറയും, അതൊന്ന് കടക്കാനുള്ള ശ്രമമായിരുന്നു. അത് പോകാമെന്നും പറഞ്ഞ് വാശിക്ക് പോയതാണ്. പിള്ളേർ പേടിയാണ്, തിരിച്ചിങ്ങ് പോകുന്നത്. How was the experience, girls? Very cute. You see that? Yeah, I saw that. How was it, Chinnu? Englishle parayo. Yeah, it's so amazing. beautiful, amazing. But it is a scary. It is an adventure space. But it is an adventure space. എല്ലാരും വരിക, നല്ല space ആണ്. മണിയാർ ഡാമിൻ്റെ സീനാണ് ഈ കാണുന്നത്. അവിടെ ഡാം നിറഞ്ഞ് അധിക വെള്ളം ഇതിലേക്ക് ഒഴുകി വരികയാണ്. ഇത് നമ്മുടെ കനാൽ, പല സ്ഥലങ്ങളിലേക്കും പോകുന്ന കനാലിലേക്ക് നിറഞ്ഞു പോകും. അത് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, അതായത് ചെറുകോൽപ്പുഴ, അയിരൂര്, ഈ ഭാഗങ്ങളിലൂടെ ഈ ഡാം കടന്നു പോകുന്നുണ്ട് ഈ വെള്ളം. അപ്പം ഈ കൊച്ചു കൂട്ടുകാരുമായി നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല പുതുമയുള്ള കണ്ടൻറ്റുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും കാണാം.